ഏകദേശം 2 മാസത്തിലധികം നീണ്ടുനിൽക്കുന്ന ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ നിർണായകമായി കണക്കാക്കിയ ചർച്ച അവസാന നിമിഷം റദ്ദായി. ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന നീക്കങ്ങൾ ഫലപ്രദമാകാതെ പോകുമ്പോൾ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ ശ്രമിച്ച നിർണായക ചർച്ചയാണ് വീണ്ടും വഴിമുട്ടിയത്. ചർച്ചയ്ക്ക് സാധ്യത തെളിഞ്ഞ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രതിനിധികൾ പാകിസ്ഥാനിലേക്ക് പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതോടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പാകിസ്ഥാനിലെത്തി എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ ഇത് അവസാന അവസരം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ പ്രതീക്ഷകൾക്കൊടുവിൽ ചർച്ച അവസാന നിമിഷം റദ്ദാക്കപ്പെട്ടു. പ്രധാന തടസ്സമായി തുടരുന്നത് യുറേനിയം സമ്പുഷ്ടീകരണ വിഷയമാണ്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. എന്നാൽ അത് തങ്ങളുടെ ആണവ പദ്ധതിയുടെ അടിസ്ഥാനം തന്നെയാണെന്നും സിവിലിയൻ ആവശ്യങ്ങൾക്കായി മാത്രമാണെന്നും ഇറാൻ ഉറച്ച നിലപാട് എടുത്തിരിക്കുകയാണ്. ഇറാനെ പോലൊരു രാജ്യത്തിന് ആണവായുധം ലഭിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സമത്വത്തെ ബാധിക്കുമെന്ന് അമേരിക്കയും സംഘരാജ്യങ്ങളും ആശങ്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഇസ്രയേലുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നാണ് പ്രധാന വാദം. ഇതിനിടെ ഇറാൻ തങ്ങൾ യുദ്ധത്തിൽ പിന്നോട്ടില്ലെന്നും അമേരിക്കയാണ് സമ്മർദ്ദത്തിലാണെന്നും അവകാശപ്പെട്ടു. ചർച്ചയ്ക്ക് തയ്യാറാകണമെങ്കിൽ അമേരിക്ക ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കണമെന്ന് അവർ വ്യക്തമാക്കി. പാകിസ്ഥാനിലെത്തി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ഇറാൻ വിദേശകാര്യമന്ത്രി കണ്ടുമുട്ടി. മധ്യസ്ഥരുടെ വഴി സന്ദേശങ്ങൾ കൈമാറിയെങ്കിലും ചർച്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യം രൂപപ്പെട്ടില്ല. രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലാതെ തുടരുന്നതിനാൽ അടുത്ത ഘട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. ചർച്ചകൾ പുനരാരംഭിക്കുമോ അല്ലെങ്കിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതത്വമാണ്.